നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ചലച്ചിത്ര പുരസ്കാര വിതരണ വേദിയിൽ മോഹൻലാൽ പങ്കെടുക്കരുതെന്ന് 107 സാംസ്കാരിക പ്രവർത്തകർ. മോഹൻലാൽ എന്ന താരം പങ്കെടുക്കുന്നത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണോ? താരം പങ്കെടുത്താൽ തകർന്നു വീഴുന്നതാണോ സാംസ്കാരികത? മലയാള സിനിമയിൽ മുളപൊട്ടുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ച ഈ കത്തിന് പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടോ? ഭീമഹർജിയുടെ ന്യായാന്യായങ്ങളും യുക്തിയും യുക്തിരാഹിത്യവും നമുക്ക് ചർച്ച ചെയ്യാം. മോഹൻലാലിനെ എതിർക്കുന്നതിൻ്റെ പിന്നിലെന്ത്? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ആദ്യ ചോദ്യം. മോഹൻലാൽ പങ്കെടുത്താൽ ചടങ്ങിലെ സാംസ്കാരികത എങ്ങനെ ചോരും? മോഹൻലാൽ പങ്കെടുക്കുന്നത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണോ? സിനിമയെ ശുദ്ധീകരിക്കലോ താരാധിപത്യത്തെ തകർക്കലോ ലക്ഷ്യം? ഭീമഹർജി സർക്കാരിന് എങ്ങനെ പരിഗണിക്കാനാകും? ഇത്യാദി ചോദ്യങ്ങളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്നത്. ശ്രീ സജി നന്ദ്യാട്ട്, മമ്മി സെഞ്ചുറി, അജിത് ലോറൻസ്, ഡോക്ടർ ബിജു, നടൻ മഹേഷ്, VC അഭിലാഷ്, രഞ്ജിനി മേനോൻ എന്നിവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുക. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ആദ്യം ശ്രീ മമ്മി സെഞ്ചുറിയിലേക്ക്. ശ്രീ മമ്മി സെഞ്ചുറി, മോഹൻലാല് അറിയപ്പെടുന്ന ഒരു നടനാണ് എന്ന് മാത്രമല്ല, മലയാളിക്ക് ഏതെങ്കിലും തരത്തിലൊരു സിനിമയിൽ ഒരു വികാരമുണ്ട് എങ്കിൽ ആ വൈകാരിക കേന്ദ്രത്തിൻ്റെ ബിന്ദുവാണ് മോഹൻലാൽ. മോഹൻലാലിനെതിരെ ഒരു ഭ്രഷ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് 107 പേരുടെ ഭീമഹർജിയിലൂടെ മുമ്പോട്ട് വെക്കുന്നത്. അവർ നിസ്സാരപ്പെട്ടവരല്ല. NS മാധവനുണ്ട്, സച്ചിദാനന്ദനുണ്ട്, VK ജോസഫ് ഉണ്ട്, അടക്കമുള്ള 107 പേരാണുള്ളത്. യഥാർത്ഥത്തിൽ ഇത് മുമ്പോട്ട് വെക്കുന്ന സന്ദേശം എന്താണ്? അത് ഈ സിനിമയെ സംബന്ധിച്ച് പറഞ്ഞാൽ സിനിമയുടെ ഏറ്റവും മോശമായ ഒരു കാലഘട്ടമാണിത്. അതിൻ്റെ കാരണം ഇന്ന് ഇപ്പോൾ ഇവിടെ റിലീസായ ചിത്രങ്ങൾ, ഈ അടുത്ത കാലത്തായിട്ട് റിലീസായ ചിത്രങ്ങളിലൊന്നും തന്നെ തിയേറ്ററുകളിൽ ആളില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ ചർച്ചകൾ ഇങ്ങനെ വലുതായി വരുന്തോറും സിനിമയെ ഒരു വെറുപ്പിലേക്ക് വരുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ചർച്ച തുടരുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല, മലയാളികൾക്ക് മുഴുവൻ അറിയാം. ഇത്രയും പ്രശസ്തനായ ഒരു നടൻ, അല്ലെങ്കിൽ ഇത്രയും ജനപ്രീതി നേടിയ ഒരു നടൻ ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല. അദ്ദേഹമാണ് ഏറ്റവും ജനപ്രീതി നേടിയ നടൻ ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അമ്മയുടെ പ്രസിഡന്റ് ആയത് തന്നെയാണ്. അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് ആയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു എതിർപ്പ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അമ്മയുടെ പ്രസിഡന്റായിട്ട് ചാർജ് എടുത്ത ദിവസം അമ്മ തീരുമാനിച്ച ചില കാര്യങ്ങളിലാണ് ഇന്ന് അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിട്ടുള്ളത്. നമ്മൾ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ശരിക്കും റിട്ടയർഡായിട്ട് നിൽക്കുന്ന ആളുകളാണ് ശരിക്കും സ്ഥാനങ്ങളിലേക്ക് വരുന്നത്. സിനിമ ചെയ്ത് സിനിമയിൽ പ്രശസ്തനായി കഴിഞ്ഞതിന് ശേഷം സിനിമയില്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പുണ്ടായ ഇന്നസെന്റ് ഏട്ടനും നല്ല തിരക്കുള്ള സമയത്ത് തന്നെയാണ് ഇതിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. പക്ഷേ പല സംഘടനകളും നേരെ തിരിച്ചാണ്. പക്ഷേ ആര് ഇതിൻ്റെ ഉന്നതിയിലേക്ക് വരുന്നോ ആ ആൾക്ക് എന്തായാലും എതിർപ്പുണ്ടാവും, ഉറപ്പാണത്. അത് ഈ സിനിമയെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന ഒരു അതല്ല. ശ്രീ മമ്മി സെഞ്ചുറി, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ശ്രീ മമ്മി സെഞ്ചുറി, നമുക്ക് ഷാർപ്പാകാം. അതായത് മോഹൻലാൽ എന്ന നടനെതിരെ അല്ല ഇവിടെ വിമർശനം, മറിച്ച് അമ്മ പ്രസിഡന്റിനെതിരെയാണ്. ഈ 107 പേർ ഒപ്പിട്ട കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് മോഹൻലാൽ എന്ന നടനോടുള്ള വിമർശനമല്ല, അമ്മയുടെ പ്രസിഡന്റ് എന്നുള്ള വിമർശനമാണ്. കുറെ കൂടി സ്പഷ്ടമാക്കിയാൽ ഏറ്റവും ഒടുവിൽ വാർത്താ സമ്മേളനം നടത്തിയ അമ്മയുടെ പ്രസിഡന്റിനെതിരെയാണ് എന്നതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതന്നെ ഞാൻ പറഞ്ഞു വന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അദ്ദേഹം നല്ല നടനാണ്, പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ തെറ്റാണ് ഇപ്പോൾ ഈ തെറ്റല്ല, അദ്ദേഹത്തിന്
ഇപ്പോൾ സംഭവിച്ചത് അമ്മയുടെ പ്രസിഡന്റായത് തന്നെയാണ്. അമ്മയുടെ പ്രസിഡന്റായി അദ്ദേഹം ആദ്യമായിട്ട് ചാർജ് എടുത്തപ്പോഴാണ് ഈ വിഷയം വരുന്നത്. അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പെശക് വന്നു എന്നുള്ള സത്യമാണ്. എന്താ വെച്ചാൽ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പമാണ്, അതുപോലെ തന്നെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വാക്ക് തന്നെ അദ്ദേഹത്തിന് തെറ്റിപ്പോയിട്ടുണ്ട്, യാതൊരു സംശയവും വേണ്ട. അദ്ദേഹം രണ്ടാമത്തെ വാക്ക് പറയാതിരുന്നെങ്കിലും മതിയായിരുന്നു. അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഈ സംഭവം നടന്നപ്പോൾ മോഹൻലാൽ പറഞ്ഞത് ആ വാർത്താ സമ്മേളനം നമ്മളെല്ലാം കേട്ടതാണ്. മോഹൻലാൽ പറഞ്ഞത് ദിലീപ്, അതായത് കുറ്റാരോപിതനാണല്ലോ ദിലീപ്, ഇപ്പോഴും ദിലീപിന്റെ പേരിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നാൽ സഹപ്രവർത്തകനായ ദിലീപ് ഈ ആരോപിക്കപ്പെട്ട കുറ്റമൊന്നും ചെയ്യരുതേ, ചെയ്തിട്ടുണ്ടാവല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന എന്നാണ്. അതിനൊരു അവകാശം ഒരു പൗരനില്ലേ? അല്ല, അപ്പോൾ അവകാശമുണ്ടെങ്കിൽ പോലും ജനഹൃദയങ്ങളിൽ വലിയൊരു വികാരമായിട്ട് നിൽക്കുന്ന ഒരു കേസാണിത്. എപ്പോഴും നമുക്കറിയാം, ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ ആ പെൺകുട്ടിയോടുള്ള അനുകമ്പ വലുതായിരിക്കും. അതിൻ്റെ കുറ്റവാളിയെ കണ്ടെത്തുന്നത് വരെ, കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നത് വരെ ആ പെൺകുട്ടിക്ക് കിട്ടുന്ന ഒരു നീതി അല്ലെങ്കിൽ ഒരു അനുകമ്പ, അതൊരു വലിയ നമ്മുടെ ശ്രീ മമ്മി, കുറ്റം ആരോപിക്കപ്പെട്ട ആളിന് ശിക്ഷ വിധിക്കുന്നത് വരെ, കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ, അതിന്റെ വെർഡിക്റ്റ് വരുന്നത് വരെ അദ്ദേഹത്തിന് അവകാശമില്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ ആലോചിച്ചു ആദ്യം ഈ കേസുണ്ടായപ്പോൾ, ഒരു കാരണം വെച്ചാൽ സിനിമയിൽപ്പെട്ട ആരും ഇതിലേക്ക് വരില്ലേ, ഇതില് ഉൾപ്പെടല്ലേ, ഇതില് പ്രതികളാകല്ലേ. എന്താ വെച്ചാൽ സിനിമക്ക് മൊത്തം ഒരു പേരുദൂഷ്യമാണത്. അതേ മോഹൻലാൽ ആഗ്രഹിച്ചുള്ളൂ, അതേ മോഹൻലാൽ ആഗ്രഹിച്ചുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്ന് അദ്ദേഹം പറഞ്ഞത്. ശ്രീ സജി നന്ദിയ, ഡോക്ടർ ബിജു ലൈനിലുണ്ടോ? ഡോക്ടർ ബിജു ലൈനിലുണ്ടോ? ഡോക്ടർ ബിജു ലൈനിലുണ്ടോ? അദ്ദേഹത്തെ വിളിക്കാം. ശ്രീ സജി നന്ദിയാട്ട്, അതായത് ഇവിടെ ഈ ഖുറാനിലും ബൈബിളിലും ഒക്കെ പറയുന്നത് പോലെ ഞാൻ എൻ്റെ നാവല്ല സംസാരിക്കുന്നത്, അവൻ പറയുന്നതാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ, യഥാർത്ഥത്തിൽ ഇവിടെയും അത് ശരിവെക്കുകയാണ്. അതായത് മോഹൻലാലിനോടല്ല വിയോജിപ്പ്. മോഹൻലാൽ ആർക്ക് വേണ്ടിയാണോ മൗനം പറഞ്ഞത്, മോഹൻലാൽ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥന നടത്തിയത്, അത് ദിലീപിന് വേണ്ടിയാണ്. ആ ദിലീപിനോടുള്ള വിയോജിപ്പാണ് ഈ 107 പേരുടെ സാംസ്കാരിക നായകന്മാരുടെ കത്ത് അല്ലെങ്കിൽ അതിലെ ഒപ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയ ഭീമഹർജിക്ക് പിന്നിൽ. അതായത് മോഹൻലാലിനെ വെച്ചുകൊണ്ട് വേട്ടയാടുന്നത് ദിലീപിനെ തന്നെയാണ്, അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് ദിലീപിനെ തന്നെയാണ്. വേട്ടയാടൽ എന്ന വാക്ക് ഞാൻ പിൻവലിച്ചു. ലക്ഷ്യം വെക്കുന്നത് ദിലീപിനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ദിലീപിന് വേണ്ടിയാണ് മോഹൻലാൽ ഇപ്പോൾ ഈ കല്ലേറ് മുഴുവൻ കൊള്ളുന്നത്. ശ്രീ സജി നന്ദിയാട്ട്. അല്ല, എനിക്ക് ഇവിടുത്തെ ചർച്ച ഞാൻ കേട്ടപ്പോൾ അജിംഷാദ്, ഞാനൊരു കാര്യം പറയാം. ഈ അമ്മയുടെ പ്രസിഡന്റായിട്ട് ചുമതല ഏൽക്കുന്നത് ഒരു മുൾക്കിരീടമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ അവാർഡ് നിശ നടക്കാൻ പോകുന്നു. ശ്രീ മോഹൻലാലിനെ പങ്കെടുപ്പിക്കരുത് എന്ന് ആർക്കാണ്ടൊക്കെ വാശി. മോഹൻലാൽ പറഞ്ഞോ ഞാൻ വരാമെന്ന്? അത് രണ്ടാമത്തെ വിഷയമാണ്. അവാർഡ് നിശയ്ക്ക് വിളിക്കണമെന്ന് വരട്ടെ. അല്ല, ഞാൻ കാര്യങ്ങളിലേക്ക് വരാം. അജിംഷാദ് ക്ഷമിക്കണം, ഞാനൊന്ന് വന്നോട്ടെ. കഴിഞ്ഞ പാലക്കാട് നടന്ന അവാർഡ് നിശയില് നമ്മുടെ മുഖ്യധാര സിനിമാക്കാരും തന്നെ പങ്കെടുത്തില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ അപലപിച്ച് സംസാരിച്ചു. ജനകീയമായ ഒരു അവാർഡ് നിശയാണ് നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മുഖ്യധാര സിനിമകളുടെ സൂപ്പർ സ്റ്റാറുകൾ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അവാർഡ് നിശ ജനകീയമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ മറിച്ച് കുറച്ചുപേരടങ്ങുന്ന ഒരു സദസ്യ വെച്ച് മാത്രം നൽകപ്പെട്ടാൽ മതിയെങ്കിൽ അത് ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യമാണ്. ഇപ്പൊ 107 പേർ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നു. ഓക്കെ, അവരുടെ അവകാശമാണ്. അജിംഷാദ്, ഞാൻ ചോദിക്കട്ടെ, നാളെ രാവിലെ 11 മണിക്ക് മുമ്പ് 10,700 പേര് ഒപ്പിട്ടത് മോഹൻലാലിനെ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കാനുള്ള കഴിവ് ഉള്ള ജനകീയ സിനിമ അടിത്തറയുന്നതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. തീർച്ചയായും അതിന് മോഹൻലാലിന് കഴിയും. ശ്രീ ഡോക്ടർ ബിജു കൂടി ചേരുകയാണ്. ശ്രീ ഡോക്ടർ ബിജു, താങ്കളും എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. അതായത്
ഈ സജി നന്ദിയായിട്ട് സൂചിപ്പിച്ചത് നിയമവാഴ്ചയ്ക്ക് മേലുള്ള ഒരു ബൗദ്ധിക ഗുണ്ടായിസമാണ്. അതായത് ബുദ്ധിപരമായ മികവും അല്ലെങ്കിൽ സാംസ്കാരികമായ മികവും ഉള്ളവർ. ഡോക്ടർ ബിജു ലൈനിലില്ലേ? അദ്ദേഹം ലൈനിൽ നിന്ന് നഷ്ടമായിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാം. ശ്രീ അജിത് ലോറൻസ്, ഈ സജി നന്ദിയായിട്ട് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ശരിയാണ്, വിനായകന് ഒരു അവാർഡ് നൽകുന്ന ഘട്ടത്തിൽ താരങ്ങളൊന്നും പങ്കെടുത്തില്ല എന്നതായിരുന്നു വിമർശനം. അതിൽ ഒരു സവർണ അവർണ സ്വഭാവം രൂപം കൊണ്ടു എന്നതായിരുന്നു വിമർശനം. ഇവിടെ ഇന്ദ്രൻസിനെ പോലെ ഒരു നടന് അവാർഡ് നൽകുന്ന വലിയൊരു നിശ മുമ്പോട്ട് വെക്കുമ്പോൾ, അവിടെ മോഹൻലാൽ എന്ന നടനെ മുഖ്യാതിഥിയാക്കുമ്പോൾ അത് ഇന്ദ്രൻസുമായി മത്സരിച്ച് തോറ്റ സിനിമയിലെ നായകനാണെന്നോ? അത്തരത്തിലല്ലല്ലോ അതിനെ ചർച്ച ചെയ്യേണ്ടത്. മലയാളത്തിൻ്റെ മുഴുവൻ പ്രതീകം എന്ന് പറയാവുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. ആ മോഹൻലാലിനെ ഒഴിവാക്കണമെന്ന് സാംസ്കാരിക നായകർ പറയുകയാണ്. അവർ കാരണം പറയുന്നുമില്ല, കാരണം ഒളിച്ചിരിക്കുന്നു. ആ ഒളിച്ചിരിക്കുന്ന കാരണം എന്തെന്ന് മമ്മി സെഞ്ചർ സൂചിപ്പിക്കുകയും ചെയ്തു. സജി നന്ദിയാട്ടും അത് തന്നെയാണ് തുടർന്നതും. എങ്ങനെയാണ് ഇതിനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ നിരീക്ഷിക്കുന്നത്? എനിക്കും സജി നന്ദിയാട്ടും മമ്മീസും പറഞ്ഞതിനോട് തന്നെയാണ് എൻ്റെയും യോജിപ്പ്. കാരണം ഇതൊരു താരനിശ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് കേരളം ഏറ്റവും കൂടുതൽ അല്ല, മമ്മി സെഞ്ചുറി മോഹൻലാലിനെ പങ്കെടുപ്പിക്കേണ്ട എന്ന സാംസ്കാരിക നായകരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. യോജിക്കുന്നു അല്ല, അങ്ങനെയല്ല. സജി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അത് തന്നെയാണ് സത്യം. അതായത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടനാണ്. അദ്ദേഹത്തിന് ഈ അമ്മയുടെ പ്രസിഡന്റിന്റെ പേരിലും അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിലുണ്ടായ ഒരു പാളിച്ചയുടെ പേരിലോ അദ്ദേഹത്തിനെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ മോഹൻലാൽ പങ്കെടുക്കുന്ന ഒരു പൊതുവേദി എല്ലാ പ്രതീക്ഷയോടും കൂടി വളരെ ആഡംബരത്തോടുകൂടി ആഘോഷത്തോടുകൂടി കണ്ടു നിൽക്കാനാണ് ജനം ആഗ്രഹിക്കുന്നത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഇന്ദ്രൻസിനെ പ്രധാന നടനായിട്ട് തിരഞ്ഞെടുത്ത ഒരു ചടങ്ങിൽ മോഹൻലാലിനെ പോലുള്ള ഒരാൾ ചെല്ലുമ്പോഴേക്കും ഇതിനു മുമ്പ് വിനായകന് കൊടുത്ത ചടങ്ങിൽ വന്ന മങ്ങൽ, ആ ഫംഗ്ഷൻ ഉണ്ടായിരുന്ന മങ്ങൽ ചിലപ്പോൾ കവറപ്പ് ചെയ്തേക്കാം. ഇതിനെ ഏതൊക്കെ രീതിയിലാണോ എന്തൊക്കെ കാരണം പറഞ്ഞിട്ടാണോ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ് സർക്കാരിൻ്റെ മുന്നിൽ ഇത്തരം ഒരു ഹർജി പോയതെന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് മോഹൻലാലിനോടുള്ള വ്യക്തിവൈരാഗ്യമുണ്ടെന്ന് അറിയില്ല. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്നുള്ള താരാധിപത്യത്തിന് എന്തെങ്കിലും കോട്ടം തട്ടാൻ വേണ്ടിയാണോ ഈ തീരുമാനം, ഇത്തരം മുന്നേറ്റം നടത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടതാണ്. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാന സർക്കാർ. ഡോക്ടർ ബിജു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഡോക്ടർ ബിജു, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? താങ്കൾ പ്രധാനമായും വേണ്ടതാണ് ഈ ചർച്ചയിൽ. അതായത് ഇങ്ങനെ ഒരു കത്ത് ഒരു ഭീമ ഹർജിയായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വെക്കുന്നതിന്റെ യുക്തിയും യുക്തിരാഹിത്യവും ഇന്ന് കേരളം ചർച്ച ചെയ്യുകയാണ്. ഇതിന്റെ യുക്തി എന്താണ്? ഇതിലൊരു കാരണം പറയുന്നില്ലല്ലോ. അതിൽ കൃത്യമായി കാരണം പറയുന്നുണ്ട്. അതെന്താണ്? ദേശീയ അവാർഡ് മാതൃകയിലായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവാർഡിന്റെ അതിന്റെ ഒരു ഗൗരവപൂർവമായ ചടങ്ങുണ്ടായിരിക്കണം. താരമിശകൾ ആഘോഷിക്കാനുള്ളതല്ല സ്റ്റേറ്റ് അവാർഡ്. സംസ്ഥാനം നൽകുന്ന അത്യുന്നതമായ പുരസ്കാരമാണ് സ്റ്റേറ്റ് അവാർഡ്. അത് നൽകുന്നതും തരത്തിൽ തന്നെ ഗൗരവപൂർവമായ ഒരു ചടങ്ങ് ദേശീയ പുരസ്കാരത്തിന്റെ മാതൃകയിൽ നൽകണം എന്നാണ് ആവശ്യം. ശ്രീ ഡോക്ടർ ബിജു, താങ്കളുടെ ഫോണിന് റേഞ്ച് ഇല്ല. അതായത് ഈ ഇത്തരം കാരണങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നതെങ്കിലും ശ്രീ സജി നന്ദിയായിട്ട് സൂചിപ്പിച്ച ഇതാണ്. അതായത് അതിന്റെ ഒരു ആകെ തുക ഇതാണ്. അതായത് നിയമവാഴ്ചയും പൊതുജനധാരണയ്ക്കും മേൽ നടത്തുന്ന ബൗദ്ധിക ഗുണ്ടായിസമാണിത്. അല്ലെങ്കിൽ ആ വാക്ക് അദ്ദേഹം ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും അങ്ങനെയാണ് അദ്ദേഹം സമർത്ഥിച്ചത്. അതായത് അത്തരത്തിലൊരു വാക്കാണ്. അതായത് ഈ രീതിയിലുള്ള പ്രവർത്തികൾ മുമ്പോട്ട് വെക്കുന്നത്, കാരണം പറയാതെ മുമ്പോട്ട് വെക്കുന്നത് അമ്മ പ്രസിഡന്റ് എന്ന നിലയിലും ഏറ്റവും ഒടുവിൽ വാർത്താ സമ്മേളനം നടത്തിയതിലും ഉള്ള മോഹൻലാലിനോടുള്ള എതിർപ്പാണ്. അങ്ങനെ ഒരു സ്ത്രീപക്ഷ നിലപാട് ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ ഇരപക്ഷ നിലപാട് ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടോ? അങ്ങനെ ഒളിച്ചിരിപ്പുണ്ട് എങ്കിൽ അവിടെ എങ്ങനെയാണ് മോഹൻലാൽ പ്രതിയാകുന്നത്? ഇത്യാദി കാര്യങ്ങളാണ്. ഇതിലൊന്ന് ആളല്ല. രണ്ട്, ഇത് മോഹൻലാൽ എന്നൊരു വാചകം ഞങ്ങൾ പ്രസ്താവനയിൽ സംയുക്ത പ്രസ്താവനയിൽ ഉപയോഗിച്ചിട്ടില്ല. ആ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും കമലഹാസൻ ആയാലും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കൊടുക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. അത് താരമിശയാക്കേണ്ടതല്ല. ഇത് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, ദേശീയ അവാർഡ് വിതരണത്തിന്റെ മാതൃക എന്ന് പറയുമ്പോൾ അവിടെ പ്രസിഡന്റ് 5 മിനിറ്റ് നൽകിയതിനു ശേഷം മാറിപ്പോകും. അങ്ങനെ ഇവിടെയും വേണമോ? അവിടെ പ്രസിഡന്റ് ആണെങ്കിൽ ഇവിടെ ഗവർണർ കൊടുക്കണമോ? ദേശീയ അവാർഡിന്റെ മാതൃക പിന്തുടരണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് അവാർഡ്
67 വർഷമായിട്ട് നാഷണൽ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രസിഡന്റാണ്. ഏതാണ്ട് 62 വർഷമായിട്ട്. കഴിഞ്ഞ വർഷം മാത്രമാണ് അതിനൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ മാത്രമാണ് ഈ താര സാന്നിധ്യത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോയത്. 2010 തൊട്ട് മാത്രമാണ്. 2010 മുമ്പ് വരെ ഈ പുരസ്കാരം നൽകിയിരുന്നത് സെനറ്റ് ഹാളിൽ വളരെ ലളിതമായ ചടങ്ങിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. ഒരു താരതമ്യം ഇല്ലാതെയായിരുന്നു. അത് അട്ടിമറിക്കപ്പെട്ടത് കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ടാണ്. ആ 4-5 വർഷങ്ങളായിട്ട് തന്നെ നമ്മളിത് പറയുന്നുണ്ട്. ഈ അട്ടിമറിച്ചത് ശരിയായില്ല, ഇത് വീണ്ടും തിരുത്തി സ്ഥാപിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അത് ഈ വർഷം തിരുത്തി സ്ഥാപിക്കാനായി കൂടുതൽ ശ്രമങ്ങൾ നടക്കുന്നു, കൂടുതൽ ആളുകൾ അതിലേക്ക് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. മോഹൻലാലിനുള്ള എതിർപ്പ് മമ്മൂട്ടി. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന് പകരം പ്രകാശ് രാജാണ് ഇതിന് മുഖ്യാതിഥിയായി വരുന്നതെങ്കിൽ നിങ്ങൾ എതിർക്കുമോ? എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. ആര് വന്നാലും എതിർക്കും. അതുകൊണ്ട് നമ്മളെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ശ്രീ ഡോക്ടർ ബിജു പാർശ്വവൽക്കരിക്കപ്പെടുകയും അരികുവൽക്കരിക്കപ്പെടുന്നവരെയും വേണ്ടി എപ്പോഴും സംസാരിക്കുകയും തന്റെ സിനിമയെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്റെ ധാരണ ശരിയാണെങ്കിൽ ഡോക്ടർ ബിജു, ശ്രീ വിനായകന് അവാർഡ് കിട്ടിയ ഘട്ടത്തിൽ താരങ്ങൾ പങ്കെടുക്കാതിരുന്നതിനെ രൂക്ഷമായി വിമർശിച്ച പക്ഷത്തായിരുന്നു താങ്കൾ. ഇവിടെ ഇന്ദ്രൻസിന് അവാർഡ് കിട്ടുമ്പോൾ ഒരു താരം എത്തുമ്പോൾ എങ്ങനെയാണ് അവിടെ ഇരട്ടത്താപ്പല്ലേ അത്? ഞാൻ വിമർശിച്ചിട്ടില്ല, ക്ഷമിക്കണം. ഞാനങ്ങനെ വിമർശിച്ചിട്ടില്ല. ഇല്ല. പക്ഷേ ഇന്ദ്രൻസ്, ഈ സിനിമയുടെ സംവിധായകൻ ശ്രീ VC അഭിലാഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം നിരത്തിയ യുക്തിയുണ്ട്. അതായത് 107 പേരുടെ ഭീമ ഹർജിയെ അദ്ദേഹം നഖശികാന്തം എതിർക്കുകയാണ്. അതായത് ഇന്ദ്രൻസിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ് മോഹൻലാലിനെ പോലൊരു വലിയ നടൻ അവിടെ വരുന്നത്. ആ താരദിശ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ, ആ അവാർഡ് ദാന ചടങ്ങ് ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. അതിന്റെ പിന്നിലുള്ളത് എന്ത് തരം ഉദ്ദേശമായാലും അത് ശരിയല്ല എന്ന് നിങ്ങൾ ഉദ്ദേശം വ്യക്തമാക്കുന്നില്ല ഇവിടെ. അത് അദ്ദേഹത്തിന്റെ അല്പത്വം എന്ന് പറയുന്നത്. കാരണം ഇന്ദ്രൻസിന് കിട്ടിയ അംഗീകാരം അദ്ദേഹം അഭിനയിച്ചു നേടിയതാണ്. അതല്ലാതെ ഏതെങ്കിലും താരത്തിന്റെ അനുഗ്രഹത്തോട് മേടിച്ചതല്ല. അഭിനയിച്ച് കിട്ടിയതിനുള്ള അംഗീകാരം അദ്ദേഹം മേടിക്കുക എന്നുള്ളതാണ്. അതായെങ്കിലും താരമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് മേടിക്കാതെ എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായ ഒരു വാദമാണ്. ഇത് ഉദ്ദേശം ലക്ഷ്യമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ സംയുക്ത പ്രസാദം മൊത്തം വായിച്ചു നോക്കൂ. അത് കൃത്യമായി പറയുന്നുണ്ട്. ഇത് ഒരു മുഖ്യ അതിഥിയെ ഒരു കാലത്തും ഇതിനകത്ത് വിളിക്കാൻ പാടില്ല, അത് ഇനിയായാലും 2 വർഷങ്ങളിലായാലും വിളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ മോഹൻലാലിനെ ഒഴിവാക്കണം, മമ്മൂട്ടി ഒഴിവാക്കണം. നടൻ മഹേഷ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മഹേഷ്, അതായത് ഈ ഭീമ ഹർജി ഇന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് നൽകുന്നു. അതായത് നടൻ പ്രകാശ് രാജ് ഉണ്ടതിൽ, ശ്രീ NS മാധവൻ ഉണ്ടതിൽ, ഈ ഡോക്ടർ ബിജു ഉണ്ടതിൽ, സിനിമയ്ക്കുള്ളിലും പുറത്തുമുള്ള സാംസ്കാരിക ലോകത്തിന്റെ വലിയൊരു പരിച്ഛേദം അവിടെയുണ്ട്. അവർ പറയുന്നത് മോഹൻലാലിനെ പങ്കെടുപ്പിക്കരുതെന്നാണ്. അതിന്റെ കാരണം അവർ നിരത്തുന്നത് ഇത്തരത്തിലൊരു താര നിശയായി മാറ്റേണ്ടതല്ല അവാർഡ് ദാന ചടങ്ങ് എന്ന യുക്തിയാണ്. പക്ഷെ ആ യുക്തിക്ക് പിന്നിൽ അമ്മ പ്രസിഡന്റ് എന്ന നിലയിലുള്ള മോഹൻലാലിന്റെ ദിലീപിനോടുള്ള അനുഭാവം, ദിലീപിന് വേണ്ടിയുള്ള പ്രാർത്ഥന അടക്കമുണ്ട് എന്ന് വിവക്ഷിക്കപ്പെടുന്നുണ്ട്. ശ്രീ ഡോക്ടർ ബിജു അതിൽ ഒപ്പിട്ട ആളാണ്, അദ്ദേഹം അങ്ങനെ പറയുന്നില്ല. എങ്കിൽ പോലും മോഹൻലാലിനെ അതിൽ നിന്ന് മാറ്റി നിർത്തണം, അത്തരത്തിൽ പോകാൻ പാടില്ല. എങ്ങനെയാണ് ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ, പരിണിതപ്രജ്ഞനായ ഒരു അഭിനേതാവ് എന്ന നിലയിൽ മഹേഷിന്റെ നിലപാട്? സുഹൃത്തെ, ഇതിനകത്ത് NS മാധവന്റെ അഭിപ്രായത്തിന് ഞാൻ അദ്ദേഹത്തിനെ വിടുന്നു. കാരണം അദ്ദേഹത്തിന് സിനിമയിലോട്ട് കയറി കാര്യങ്ങൾ പറയാനായിട്ടുള്ള യോഗ്യത എന്താണെന്ന് എനിക്ക് അറിയൂടാ. അദ്ദേഹം ലോകത്തിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അതിന്റെ കാര്യത്തിൽ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എനിക്കറിയില്ല, വിട്ടാൽ ഞാൻ അതിനെപ്പറ്റി പറയില്ല. പക്ഷെ ഈ പ്രകാശ് രാജിനെ ഇതിനെപ്പറ്റി പറയാനുള്ള പ്രധാന കാരണം ഈ അമ്മ അസോസിയേഷൻ പ്രസിഡന്റ് ആയതുകൊണ്ടും ദിലീപിനെ ചെലുത്തുന്നതിന്റെ പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പറഞ്ഞുകൊണ്ടാണ്. അതായത് സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ ഇത് കാണിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ അടുപ്പവും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള യോഗ്യത അദ്ദേഹത്തിന് എന്തുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് ആദ്യത്തെ ഭാര്യയെ കുഞ്ഞുൾപ്പെടെ ഉപേക്ഷിച്ചു, രണ്ടാമത് വേറൊരു സ്ത്രീയായിട്ട് ജീവിതം തുടങ്ങി, അതും കളഞ്ഞു, എന്നിട്ട് 3ാമത് സ്ത്രീയുടെ കൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്തർത്ഥമാണുള്ളത്? അദ്ദേഹത്തിനോട് പറയാൻ എന്താ ഇതാണുള്ളത്? ഡോക്ടർ ബിജുവിന് അദ്ദേഹത്തിന് മോഹൻലാലിന്റെ സീറ്റ് ചോദിച്ച് കിട്ടാതെ എന്നുള്ള കഥ ശരിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതാണ് അതിന്റെ പിന്നിലുള്ള അദ്ദേഹത്തിന്റെ വികാരം. ഇതെല്ലാം ബേസ് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവുന്നത്, നിരാശ എന്നൊരു സംഭവമുണ്ട്. ഇതിനകത്ത് പറയുന്ന പലർക്കും ജീവിതത്തിൽ ഒന്നും ആയി തീരാൻ സാധിക്കാത്തതിന്റെ നിരാശയാണ്. 1-2 പടങ്ങൾ എടുത്തിട്ട് മലയാള സിനിമയുടെ അവസാന വാക്കാണ് ഇവര് എന്ന് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഇവരെ തീർച്ചയായും ഷാർപ്പായ വിമർശനം തന്നെയാണ് മഹേഷ് ഉന്നയിച്ചത്. ശ്രീ ഡോക്ടർ ബിജു, അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രകാശ് രാജിന് രജനീകാന്തിനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് പറയാൻ അവകാശമുണ്ടോ? അങ്ങനെ പറയുമോ? അല്ലെങ്കിൽ താങ്കൾ മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടിയാൽ ഒരു സിനിമ എടുക്കുമോ? ഈ 2 ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ആറ്റിക്കുറുക്കുമ്പോൾ രൂപപ്പെടുന്നത്. ശ്രീ ഡോക്ടർ ബിജു, താങ്കൾ അതിലുണ്ടെങ്കിൽ
ബിജു ലൈനിൽ നിന്ന് പോയി. ശ്രീ മമ്മി സെഞ്ചുറി, ഡോക്ടർ ബിജു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അദ്ദേഹം ലൈനിലില്ല, അദ്ദേഹത്തിന്റെ ഫോൺ ക്ലിയർ അല്ല, താങ്കൾക്ക് പറയാം. അതായത് പ്രകാശ് രാജ് എന്ന നടൻ, മഹേഷ് ചോദിച്ചതിന്റെ ആറ്റിക്കുറുക്കിയുള്ള അന്തസത്ത ഇതാണ്. പ്രകാശ് രാജ് എന്ന നടന് രജനീകാന്തിനെ ഭ്രഷ്ട് കൽപ്പിക്കാൻ, ഇത്തരത്തിൽ ഒഴിവാക്കണമെന്ന് എഴുതാൻ ധൈര്യമുണ്ടോ തമിഴ്നാട്ടിൽ? ഒന്ന്. രണ്ട്, മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടിയാൽ നാളെ ഡോക്ടർ ബിജു ഒരു പടം പിടിക്കില്ലേ? ശ്രീ മമ്മി സെഞ്ചുറി, കാപട്യമുണ്ട് ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ, ഇതിന്റെ പിന്നിൽ കാപട്യമുണ്ട് എന്നാണ് മമ്മി സെഞ്ചുറി മഹേഷ് ആരോപിക്കുന്നത്. മോഹൻലാൽ അത്രയേറെ വലിയ വികാരമാണ്. മഹേഷ് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ മോഹൻലാൽ ആവാൻ പറ്റില്ല, എല്ലാവർക്കും ഇപ്പോൾ സംവിധായകൻ ശങ്കറോ ജോഷിയോ ഒന്നും ആവാൻ പറ്റില്ല. അപ്പം അത് വേറെ എന്താ വെച്ചാൽ മഹേഷ് ഒരിക്കലും മോഹൻലാൽ ആയിട്ടില്ല. അപ്പോൾ 2 പടം എടുത്ത ആളെ ആണ് പറയുന്നതെങ്കിൽ 2 പടം എടുത്ത ആളും ഡയറക്ടറാണ്, 100 പടം എടുത്ത ആളും ഡയറക്ടറാണ്. മഹേഷും നടനാണ്, മോഹൻലാലും നടനാണ്. അപ്പം അങ്ങനെ കൊച്ചാക്കി സംസാരിക്കുന്നതിൽ എനിക്ക് ഒരു താല്പര്യം. മോഹൻലാലിനെ ഒഴിവാക്കണമെന്ന് പറയുന്നത് വലിയ കൊച്ചാക്കലാണെന്നാണ് മഹേഷ് പറയുന്നത്. മഹേഷ് എന്ന നടനല്ല, മഹേഷ് എന്ന മലയാളിക്കാണ് അവിടെ വികാരം ഉണ്ടായത്. ശ്രീ മമ്മി, എന്തിനു വേണ്ടി വികാരം ഉണ്ടായി എന്നാണ് അജീം ഷാ ഒന്ന് പറഞ്ഞേ? അതായത് ഒരു മലയാളി എന്ന നിലയിൽ താൻ കാണുന്ന, അല്ലെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ, അഭിനേതാവ് എന്ന നിലയിൽ വലിയ സ്നേഹമുള്ള മോഹൻലാലിനെ ഒഴിവാക്കണമെന്ന് ഒരു കൂട്ടം സാംസ്കാരിക നായകർ, സിനിമയുടെ ഹോൾസെയിൽ ഡീലർമാരായി അവകാശപ്പെടുമ്പോൾ അതിലൊരു വ്യക്തി എന്ന നിലയിൽ മഹേഷിന് വിയോജിപ്പുണ്ട്, മലയാളി എന്ന നിലയിൽ വൈകാരികമായി ഉണ്ടായി. കാരണം മോഹൻലാലിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അത് മലയാളിക്ക് വേദനിക്കുന്നതാണ്. ആ വികാരമാണ് പ്രതിനിധീകരിച്ചത് മഹേഷ്. ശ്രീ മമ്മി, മറുപടി പറയാം. അല്ല, മോഹൻലാലിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ എതിർക്കുക തന്നെ ചെയ്യണം. പിന്നെ ഇതൊരു വിവാദം നമ്മൾ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് അതാണ്. അജീം ഷാക്ക് അറിയാം. അപ്പോഴാണ് അജീം ഷാ ഇടപെട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നടന വൈഭവത്തെക്കുറിച്ചൊന്നും പറയണ്ട, ഇപ്പോഴത്തെ സംഭവം ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് ഒരു ചെറിയ അബദ്ധം പറ്റിയത് ഇപ്പം അമ്മയുടെ പ്രസിഡന്റ് ആയതായിരിക്കണം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിൽ അതിന് വന്ന് ഇത് അല്ലാതെ മോഹൻലാലിനോട് ആർക്ക് എതിർപ്പ് ഇവിടെ? അജീം ഷാ പറഞ്ഞ മഹേഷ് ലൈനിലുണ്ടോ? ശ്രീ മഹേഷ്, താങ്കൾ ലൈനിലുണ്ടോ? സജി നന്ദ്യാട്ട്, അതായത് ഈ കാര്യങ്ങൾ ഇങ്ങനെ കാണാം. അതായത് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അല്ല സജി നന്ദ്യാട്ട്, ഞാനത് ചോദിച്ചോട്ടെ, ഈ മമ്മി സെഞ്ചുറിയും ഈ വിഭാഗവും പ്രതികരിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ ഓണെയറിലും അല്ലാതെയും നിരവധി പേരെ ബന്ധപ്പെടുകയും ഇതിനുവേണ്ടി പഠിക്കുകയും ചെയ്തപ്പോൾ ബോധ്യമായ ചില കാര്യമാണ്. അതായത് നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ വിസ നിഷേധിച്ചു. എന്തുകൊണ്ടാണ്? ഗുജറാത്തിൽ നടന്ന കൂട്ടക്കുരുതിക്ക് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയി പങ്കാളിയായി, അല്ലെങ്കിൽ മൗനം പാലിച്ചു, ഇത്യാദിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ അത് മാറി, അത് മറ്റൊരു മാനദണ്ഡത്തിലാണ്. അവിടെ പ്രതീകാത്മകമായി ചില എതിർപ്പുകളുണ്ട്. ആ എതിർപ്പുകളാണ് മോഹൻലാലിന്റെ പേരിൽ മുമ്പോട്ട് വെച്ചത്. ഒരു ഇരക്കൊപ്പമാണ് സമൂഹം, ഇരക്കൊപ്പമാണ് സാംസ്കാരിക ലോകം എന്ന് ബോധ്യമാക്കാൻ. അതിലെന്ത് തെറ്റ് അങ്ങനെയാണെങ്കിൽ? ശ്രീ സജി നന്ദ്യാട്ട്. അല്ല അജിം ഷാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മലയാള സിനിമ എന്ന് പറയുന്നത് എന്താ? സിനിമയിലെ സിംഹഭാഗവും അല്ലെങ്കിൽ ജനകീയ സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമ ഞങ്ങളാണ്. അവാർഡ് സിനിമകൾ മലയാള സിനിമയിൽ ഉണ്ടാവാറുണ്ട്, അതൊന്നും ജനങ്ങൾ കാണാറില്ല. ഞാനൊരു അവാർഡ് സിനിമ എടുത്ത ആളാ, ഒരു സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ കാശ് പോയതല്ലാതെ ജനങ്ങളൊന്നും കാണാറില്ല. ഈ ജനങ്ങൾ കാണുന്ന സിനിമ അതാണ് മലയാള സിനിമ എന്ന് പറയുന്നത് ഞങ്ങളാ, ഒരു സംശയം വേണ്ട. ഈ സർക്കാരിന്റെ, അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടികൾ കൊടുക്കുന്നത് ഞങ്ങളാ. ഞങ്ങൾ പിടിക്കുന്ന പടങ്ങളും ഞങ്ങൾ നിർമ്മിക്കുന്ന തിയേറ്ററും ഞങ്ങൾ വിതരണം ചെയ്ത സിനിമയിൽ നിന്നുമാണ് കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് ഖജനാവിലേക്ക് ചെല്ലുന്നത്, സാംസ്കാരിക ബോർഡിലേക്കും ക്ഷേമനിധിയിലേക്കും ചെല്ലുന്നത്. മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ നൽകുന്നവർക്ക് അനുകൂലമായി, നികുതി കൂടുതൽ അടയ്ക്കുന്നവർക്ക് അനുകൂലമായി നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ പൊതുബോധമോ ഉയർത്തണമെന്നൊരു നിയമം പറയട്ടെ. ഞാൻ പറയട്ടെ, നിയമമല്ല പറഞ്ഞു വരുന്നത്. മലയാള സിനിമ എന്ന് പറയുന്നത് ഞങ്ങളാണ്, ഒരു സംശയം വേണ്ട. കേരളത്തിലെ ഭൂരിപക്ഷം ജനസമൂഹം ജനകീയ സിനിമകളോടൊപ്പം നിൽക്കുന്നവരാണ്. അവാർഡ് സിനിമ കാണാൻ ആൾക്കാർ പോകാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല. ജനങ്ങൾക്ക് അവാർഡ് സിനിമ വേണ്ട, അത് ഞങ്ങളുടെ കുഴപ്പമാണോ?
അപ്പൊ ജനകീയ അടിത്തറ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ വാണിജ്യ സിനിമയാണ്, ഫീച്ചർ സിനിമകളാണ്. അവാർഡ് സിനിമകൾ ഉണ്ടാവണം, നല്ല കാര്യം തന്നെയാണ്. ഞാനും ഒരു അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ പ്രൊഡ്യൂസറാ. പക്ഷെ സ്റ്റേറ്റ് അവാർഡ് കൊണ്ട് മാത്രമല്ല നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്താണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം, മോഹൻലാൽ ഒരു ജനകീയ നടന, ആ ജനകീയ നടൻ ഒരു വേദിയിൽ വന്നാൽ ആ അവാർഡ് ദിശ കൊഴുക്കും. ഇതൊന്നുമല്ല പ്രശ്നം. ഇതിന്റെ പിറകിൽ വേറെ അജണ്ടയുണ്ട്. സാംസ്കാരിക നായകന്മാരെ പെടുത്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 103 സാംസ്കാരിക നായകന്മാരെ ചിലർ പെടുത്തിയതാണ്. ആരാണ് പെടുത്തിയത്? അത് സംശയത്തിരിക്കുന്നു. നിങ്ങൾ പല കാര്യങ്ങളും കാണാതെ പോവുക. ഞാൻ ചോദിക്കട്ടെ, വിനായകൻ അവാർഡ് കൊടുത്തപ്പോ ഞാനത് ആ സംഭവം ഇട്ടല്ലോ, അതിംഷാദ് അതിൽ കയറി പിടിച്ചല്ലോ. വിനായകൻ അവാർഡ് കൊടുത്തപ്പോൾ ഇവിടെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ജനപ്രിയ നടന്മാരോ നടിമാരോ വരാത്തതിന്റെ പേരിൽ പ്രതിഷേധമുണ്ടായി. ഇപ്പോ പാവപ്പെട്ട ഇന്ദ്രൻസിന് കൊടുക്കുമ്പോ മോഹൻലാൽ ചെല്ലരുതെന്ന് പറയാൻ ഇവർക്കെന്താ അവകാശം? ഇവരാരാണ് സിനിമയുടെ? അങ്ങനെ മറുചോറ് ഞങ്ങൾക്ക് ചോദിക്കാൻ മേലെ. ഞങ്ങൾ ജനകീയ സിനിമയുടെ ആൾക്കാരാ. അവാർഡ് സിനിമ മോശമാണെന്ന് നിങ്ങൾ പറയുന്നില്ല. അവാർഡ് സിനിമ കാണണം, അത് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നവർ തന്നെയാണ്. പക്ഷേ ഈ 103 പേരാണോ തീരുമാനിക്കുന്നത് 3.5 കോടി ജനങ്ങളുടെ കാര്യം? അങ്ങനെ മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് ആളാകാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരാളായിക്കോട്ടെ. മോഹൻലാലിനെ അല്ല സജി നന്ദിയായിട്ട് വിമർശിക്കുന്നത്. അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ ഇരയ്ക്കൊപ്പമാണെന്ന് പറയുമ്പോഴും കുറ്റാരോപിതനായ നടൻ സാക്ഷാൽ ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിലുള്ള വിയോജിപ്പാണ്. അവിടെ മോഹൻലാൽ സ്ത്രീവിരുദ്ധമായ ഒരു ചേരിയെ പ്രതിനിധീകരിക്കുന്നതായി അമ്മയെ അത്തരത്തിൽ കൊണ്ടുപോയി. അതിനോടുള്ള വിയോജിപ്പാണ് ഇതിന്റെ പിന്നിലെന്ന് മമ്മി സെഞ്ചുറി വ്യക്തമാക്കി. ഇനിയും പറഞ്ഞുകൂടെ? എന്താ കാരണം? മോഹൻലാൽ അല്ല കാരണം, ദിലീപാണ് കാരണം. അജിംഷാദെ, നമ്മൾ കണ്ണടിച്ച് ഇരുട്ടാക്കല്ലേ. മോഹൻലാലിന്റെ പത്രസമ്മേളനം കണ്ടല്ലോ. ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ കണ്ടതാ. എത്ര മനോഹരമായ ലാളിത്യത്തോടെ, തറവാടിത്തത്തോടെ, ഇത്ര എന്താ പറഞ്ഞേ, ഇത്ര ട്രാൻസ്പെറന്റ് ആയ ഒരു പത്രസമ്മേളനം ഈ അടുത്ത നാളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആ മോഹൻലാലിന് വളരെ സഹിഷ്ണുതയോടുകൂടി തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. അദ്ദേഹം എന്തെങ്കിലും ഒരു വൈകാരികമായി എന്താ പറഞ്ഞത്? പെൺകുട്ടിയോടൊപ്പമാണ്. ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന ദിലീപിന് വേണ്ടി ചെയ്ത ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞേ. ഇവിടെ വലിയൊരു പുകമറ സൃഷ്ടിക്കുക. ദിലീപിന് വേണ്ടി അമ്മ എന്ന സംഘടന ചെയ്ത ഒരൊറ്റ കാര്യം. അജിംഷാദും ഈ നാട്ടിലെ പൗരനല്ലേ, കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളല്ലേ. ഒന്ന് പറഞ്ഞേ, ഒരു കാര്യം പറഞ്ഞേ. ഇത് വെറുതെ ഒരു നമ്പരാ. ഇത് ചിലരെ അടിക്കാൻ വേണ്ടി ചിലർ കാണിക്കുന്ന ചില നമ്പരാണ്. ഇവരുടെ ഹിഡൻ അജണ്ട വേറെയാണ്. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഇവരുടെ അജണ്ടകളൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ജനകീയ അടിത്തറ മലയാള സിനിമയ്ക്ക് ഞങ്ങളുടെ കൂടെ തീർച്ചയായും അങ്ങനെ ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ, ഈ സാംസ്കാരിക നായർക്ക് ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ അത് ഒന്നാം തരം തെറ്റാണ്. അല്ലെങ്കിൽ അത് തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ അവരുടെ ഈ ആവശ്യത്തിന് സർക്കാർ ഏത് തരത്തിൽ അതിനെ വിലവെക്കാൻ കാരണമുണ്ടാകും, അല്ലെങ്കിൽ സർക്കാർ അതിനെ വിലവെക്കുമോ? ഇത്യാദി ചോദ്യങ്ങളിലേക്ക് കൂടി നമുക്ക് ചർച്ചയെ വിന്യസിക്കാം. ശ്രീ VC അഭിലാഷിനെയും രഞ്ജിനി മേനോനെയും കൂടി ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. ചർച്ച തുടരുമ്പോൾ ശ്രീ VC അഭിലാഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ VC അഭിലാഷ്, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. അതായത് ഇന്ദ്രൻസിനെ പോലെ ഒരു വലിയ നടൻ അംഗീകാരം കിട്ടുന്ന വേദിയിൽ അദ്ദേഹവുമായി മത്സരിച്ച സിനിമയുടെ നായകൻ എന്ന നിലയിലല്ല, മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ അവിടെ എത്തുമ്പോൾ ആ നിശയ്ക്ക്, ആ ചടങ്ങിന് വലിയ പ്രഭാവം വർദ്ധിക്കുകയുള്ളൂ. അതിനെതിരെ പറയുന്നവർ യുക്തിരാഹിത്യമാണ് മുമ്പോട്ട് വെക്കുന്നത്, അവരുടേത് ഫ്രസ്ട്രേഷനാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ താങ്കൾ ഇട്ടു. അത് ഞാൻ ശ്രീ ഡോക്ടർ ബിജു അടക്കമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തി. അവർ പറഞ്ഞത് താങ്കളുടെ ആ ചിന്താഗതി അല്പത്തരമാണ്. ഇന്ദ്രൻസിന് അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ മികവിലാണ്, അതിന് മോഹൻലാൽ ആവശ്യമില്ല എന്ന്. ശ്രീ VC അഭിലാഷ്. ഡിജിറ്റലിന്റെ പ്രസ്താവന ഞാൻ കേട്ടില്ല. പിന്നെ ഈ ചർച്ചയിൽ തന്നെ അല്പം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. ശരി. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഡിജിറ്റലിന്റെ നിങ്ങൾ പറഞ്ഞെന്താണ്, പിന്നെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് ഫ്രസ്ട്രേഷൻ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആരുടെയെങ്കിലും ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇവര് മോഹൻലാൽ എതിർക്കുന്നത് എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനത്തെ അഭിപ്രായക്കാരനുമല്ല. പക്ഷേ അല്ല, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കൾ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്ദ്രൻസിനെ പോലെ ഒരു നടന് ലഭിച്ച അംഗീകാരത്തിന്റെ ശോഭ കൂടുകയേ ഉള്ളൂ മോഹൻലാൽ ആ ചടങ്ങിലെത്തിയാലെന്നാണ്. അത് ഞാൻ ബിജുവിനോട് പറഞ്ഞപ്പോൾ ശ്രീ ഡോക്ടർ ബിജു മുമ്പോട്ട് വെച്ചത് അത് താങ്കളുടെ അല്പത്തരമാണെന്നാണ്. നടൻ ഇന്ദ്രൻസിന് അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിന്റെ നടന മികവ് കൊണ്ടാണെന്നാണ്, മോഹൻലാലിനെ കൊണ്ടല്ലെന്ന്.
മറുപടി പറയാം. അല്ലല്ല, അത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തതയില്ലല്ലോ ഇപ്പൊ തന്നെ. ഞാൻ ചോദിച്ചത് ഞാൻ പറയുന്നത് മുഴുവൻ പറയാൻ എന്നെ അനുവദിക്കണം. തീർച്ചയായും. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ പറഞ്ഞത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളല്ല. ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവാർഡ് വാങ്ങിക്കാൻ പറ്റുന്നത് കുറച്ചുകൂടെ ആ ഒരു ചടങ്ങിനും ആ ഒരു അവാർഡിനും ശോഭ കൂട്ടുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ വിഷയത്തിൽ എതിർപ്പുമായി വരുന്നവർക്ക് ഫ്രസ്ട്രേഷൻ ആണെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അത് താങ്കൾ ആ വാക്ക് ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബിജുചേട്ടന്റെ അല്പത്തരം എന്ന് ബിജുചേട്ടൻ എനിക്ക് അല്പത്തരമാണ് എന്ന് ബിജുചേട്ടൻ പറയുന്നത് ഈ ഒരു അഭിപ്രായം ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായം ഒരാൾ എതിരഭിപ്രായം എടുത്താൽ അവർക്കൊപ്പം നിന്നില്ലെങ്കിൽ ആ നിൽക്കാത്തവരെല്ലാവരും അല്പന്മാരാണ് എന്ന് ചിന്തിക്കുന്നത് ഇവരുടെ എന്ത് മര്യാദയുടെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്റെ ഇന്ദ്രൻസിന് വേണ്ടിയിട്ടാണ് അവർ വാദിക്കുന്നത്. ഇന്ദ്രൻസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അംഗീകാരത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ മാറ്റി കുറയുമെന്നാണല്ലോ ഇവർ വാദിക്കുന്നത്. എന്റെ ചോദ്യം ഈ 105, 107 പേരുണ്ടെന്നല്ലേ പറയുന്നത്, ആ ഇത്രയും പേരിൽ എത്ര പേര് ഇന്ദ്രൻസിന്റെ ആളൊരുക്കം എന്ന് പറയുന്ന ഈ അവാർഡ് ലഭിച്ച സിനിമ കണ്ടു? ഒരാൾക്ക് ആ സിനിമ കണ്ട് തിയേറ്ററിൽ വന്ന സിനിമയാണല്ലോ. അപ്പൊ അത് അവര് കണ്ടിട്ടാണ് അദ്ദേഹത്തോട് റെസ്പെക്ട് കൊടുക്കേണ്ടത്. അല്ല, ഇതെല്ലാം വെറും നാടകമാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി മലയാള സിനിമയിൽ എന്റെ തലമുറയിൽപ്പെട്ടവരും കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവരും ഒക്കെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമയും അദ്ദേഹത്തിന്റെ അഭിനയശേഷിയും ഒക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. വിവാദനായ പ്രതിഭ കൊണ്ടും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞതുപോലെ പ്രതിഭ കൊണ്ടും സാമ്പത്തികമായ കാര്യത്തിലാണെങ്കിലും മലയാള സിനിമയെ പിടിച്ചു നിർത്തിയ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് മോഹൻലാൽ. അദ്ദേഹത്തിനെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് എതിർക്കാം. അദ്ദേഹത്തിനോട് എതിർക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പലർക്കും എനിക്കും ഉണ്ടായെന്നിരിക്കാം അദ്ദേഹത്തിനോട് എതിർത്ത്. പക്ഷെ ഇവിടെ ഒരു ചടങ്ങിൽ പൊതു ഇടത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. സർക്കാരിന്റെ ദർബാർ ഹാളിലല്ല, അത് ഗവർണർ മുഖ്യമന്ത്രി മാത്രം പങ്കെടുക്കുന്ന അത്ര ഒഫീഷ്യൽസ് പങ്കെടുക്കുന്ന ഒരു ഒരു സർക്കാർ സ്ഥലത്തല്ല നടക്കുന്നത്. ഇത് നടക്കുന്നത് ഒരു പൊതു ഇടത്തിലാണ്, നിശാഗന്ധിയിലാണ്. സർക്കാർ കീഴിലുള്ള ഒരു പൊതു ഇടത്താണ്. അവിടെ വരുന്ന ജനങ്ങള്, കാണികൾ, പ്രേക്ഷകർ ഈ അഭിപ്രായത്തെ എങ്ങനെ കാണുമെന്ന് ആദ്യം നിങ്ങൾ പരിഗണിക്കണം. ഇനിയിപ്പോ ഓഗസ്റ്റ് 8 നടക്കുന്ന പരിപാടിയിൽ നിങ്ങളെ പൊതുജനങ്ങളുടെ പ്രതികരണം നോക്കിക്കോളൂ. അവരെങ്ങനെയാണ് റിയാക്ട് മോഹൻലാലിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും, അതായത് ഇന്ദ്രൻസിനെ പോലെ ഒരു നടന് ഇത്തരത്തിൽ അവാർഡ് കിട്ടുമ്പോൾ, അദ്ദേഹത്തിന്റെ മികവ് അംഗീകരിക്കപ്പെടുമ്പോൾ മോഹൻലാൽ അവിടെ എത്തിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഈ സാംസ്കാരിക നായകർ ഒളിപ്പിച്ചു വെക്കുന്നത്? എന്താണ് താങ്കളുടെ നിരീക്ഷണത്തിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവര് എന്നോട് ഇതിനെ ഒപ്പിടാൻ പറഞ്ഞവർ എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യം എന്താണ്, അദ്ദേഹം മോഹൻലാല് ഇന്ദ്രൻസിനോട് മത്സരിച്ച് ജയിച്ചവരാണെന്നാണ്. ഇന്ദ്രൻസ് മോഹൻലാലിനോട് മത്സരിച്ച് ജയിച്ചയാളും മോഹൻലാൽ ഇന്ദ്രൻസിനോട് തോറ്റയാളെന്ന്. എന്ത് ബാലിശമാണ്, എന്ത് കീഴ്വഴക്കമില്ല എന്നും പറയുന്നുണ്ട്. മുമ്പൊന്നും ഇങ്ങനെ മോഹൻലാലിലെ ഒരു വർഷത്തെ അവാർഡ് ദാന ഒരു വർഷത്തെ മത്സരങ്ങൾ വെച്ചിട്ടാണോ മോഹൻലാലിന്റെ പ്രതിഭയെ നമ്മൾ അളക്കേണ്ടത്? കീഴ്വഴക്കമില്ല എന്ന് ആരോപിക്കുന്നുണ്ട്. മുമ്പൊന്നും ഇത്തരത്തിലൊരു ഞാൻ മറുപടി പറയാം. ഒരു കാര്യം കൂടെ ഉണ്ട്. മോഹൻലാൽ ഇപ്പൊ പറഞ്ഞല്ലോ, മോഹൻലാല് ഇന്ദ്രൻ ചേട്ടനോട് മത്സരിച്ച് തോറ്റുവെന്ന്. ഈ അങ്ങനെ തോറ്റ ഒരാള് ആ തോൽവിയുടെ ജാള്യത പോലും പരിഗണിക്കാതെ അത്രയും കോംപ്ലക്സ് ഇല്ലാതെ ആ ചടങ്ങിൽ വരാൻ സമ്മതിക്കുന്നു എന്ന് പറയുന്നതിൽ മഹത്വമില്ലേ? അതെന്തുകൊണ്ടാണ് ആളുകൾ ആലോചിക്കുന്നത്? തോറ്റവനും ജയിച്ചവനും തമ്മിൽ ഷേക്കാൻ കൊടുക്കുമ്പോഴാണല്ലോ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാകുന്നത്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രം. നമുക്ക് എതിർക്കാം കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും ഇതൊരു താരനിശ പോലെ സംഘടിപ്പിക്കുന്നു എന്ന് പരാതി ഉണ്ടായിരുന്നു. ചലച്ചിത്ര അക്കാദമിയിൽ ആ പരാതി അക്കാദമിക്കകത്തുള്ളവർക്ക് പോലും അഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇത്തവണ ഈ സർക്കാരിന്റെ മുമ്പിലേക്ക് അത് വയ്ക്കുകയും ഒഴിവാക്കുകയും ചെയ്തു. ഇപ്പൊ അത്തരത്തില് വളരെ ജനകീയമായ നിലപാടാണ് സർക്കാർ എടുക്കുന്നത്. മോഹൻലാല് മിനിസ്റ്ററെ പോയി കാണുമ്പോൾ അദ്ദേഹം ക്ഷണിക്കുകയാണ് മോഹൻലാലിനെ. അദ്ദേഹം വരാമെന്ന് സമ്മതിക്കുന്നു. ഡേറ്റ് പോലും പ്രശ്നം പറയാതെ അദ്ദേഹം വരാമെന്ന് പറയുന്നു. അങ്ങനെ വന്ന് ആ ചടങ്ങിൽ മോഹൻലാലിന് വരാതിരിക്കാമല്ലോ. മോഹൻലാലിന് ഒരു പ്രാതിനിധ്യമില്ലാത്ത ചടങ്ങാണ് മോഹൻലാലിന് വരാതിരിക്കാമല്ലോ. അത്തരത്തിലുള്ള നല്ല രീതിയിൽ നല്ലൊരു സമീപനം ഒരാൾ എടുക്കുമ്പോൾ ഇതൊക്കെ അനാവശ്യമായ പിടിവാക്കി അതായത് അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ VC അഭിലാഷ്, താങ്കൾക്കും അറിയാം, താങ്കളും അതിനെ ടച്ച് ചെയ്യുന്നില്ല. അതായത് അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ അടുത്തിടെ ഉണ്ടായ കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായ മോഹൻലാലിന്റെ നിലപാടുകളാണ് എതിർപ്പിന് കാരണമെന്നും ഒരു കിംവദന്തിയുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. ഈ ഒപ്പിട്ട പലരെയും വിളിക്കുമ്പോൾ അവർ അത് സ്വകാര്യ സംഭാഷണത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്.
ഇവര് ഈ സ്വകാര്യ സംഭാഷണത്തിൽ ഇത് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അമ്മ പ്രസിഡന്റും നടി ആക്രമിക്കപ്പെട്ട വിഷയവും മോഹൻലാലിന്റെ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്ത നിവേദനത്തിന്റെ അത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വായിച്ചതിൽ കണ്ടിട്ടില്ല. ഇനി ഒന്ന് ഞാൻ പറയട്ടെ, ഈ സർക്കാർ ക്ഷണിച്ചിരിക്കുന്നത് അമ്മ പ്രസിഡന്റിനെയാണോ മോഹൻലാലിനെയാണോ? മോഹൻലാലിനെയാണ്. മോഹൻലാലിനെ ക്ഷണിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ ഇവര് 105 പേര് 107 പേര് തീരുമാനിച്ചാലും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ, ഞാനൊരു കടുത്ത മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ മെമ്പറോ ഒന്നും അല്ല, എന്നെ അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ഞാനൊരു ഇടതുപക്ഷ വിശ്വാസിയായ ഒരാളാണ്. എന്റെ മുൻകാല നിലപാടുകളും ഇപ്പോഴുള്ള നിലപാടുകളും നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇവിടെ ഞാൻ ഈ വിമത സ്വരം ഞാൻ ഉയർത്തുന്നത്, നമുക്ക് ഇടതുപക്ഷമാവാം, തീവ്ര ഇടതുപക്ഷമാകുമ്പോഴുള്ള പ്രശ്നങ്ങളാണിത്. എന്തിന്റെ പേരിലാണ്? നേരത്തെ ബിജുചേട്ടൻ പറഞ്ഞതായി ഞാൻ കേട്ടത് എന്താ, എനിക്ക് അല്പത്തരമാണെന്ന്. ആ അല്പത്തരത്തിന് നിങ്ങൾ നേരത്തെ എന്നോട് ചോദിച്ച മറുപടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഫ്രസ്ട്രേഷൻ. തീർച്ചയായും അതിലേക്ക് താങ്കൾ എത്തുകയും ചെയ്തു. ശരി ശരി, തീർച്ചയായും. ശ്രീ അജിത് ലോറൻസ്, അതായത് സ്വകാര്യ, ശ്രീ വി സി അഭിലാഷ് താങ്കൾക്ക് തുടരാം ഈ ചർച്ചയിൽ. ഈ ശ്രീ അജിത് ലോറൻസ്, അതായത് ഈ ഒപ്പിട്ട 107 പേരിൽ ഏകദേശം പലരെയും ഞാൻ ബന്ധപ്പെട്ടു. അതിലൊരു പ്രമുഖൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ദിലീപിന്റെ അറസ്റ്റോടുകൂടി പോലീസിനും സർക്കാരിനും ലഭിച്ച ഒരു മേൽക്കൈയുണ്ട് പല കാര്യങ്ങളിലും. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സ്വാതന്ത്ര്യം നൽകിയെന്നത് അതിൻ്റെ ന്യായാന്യായങ്ങളുടെ ബലത്തിലോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പിൻബലത്തിൽ പോലീസിന് ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാലിനെ ക്ഷണിക്കുന്നു. ഈ ഏറ്റവും ഒടുവിൽ വാർത്താ സമ്മേളനം നടത്തി ഈ ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന മോഹൻലാലിനെ വിളിക്കുന്നത് വഴി പോകും എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അതിലെന്തെങ്കിലും യുക്തിയുണ്ടോ? അതുപോലെ തന്നെ ഈ കേന്ദ്ര നിലപാടനുസരിച്ച് കേന്ദ്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കേന്ദ്ര ചലച്ചിത്ര അവാർഡ് ദാനം പോലെ ഇവിടെയും നടത്തണമെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അവാർഡിന്റെ ആവശ്യമില്ലല്ലോ, ഒറ്റ അവാർഡ് മതിയല്ലോ. അജിംഷാദ്, അതിനകത്ത് കാണേണ്ടത് ഒരു കൂട്ടം പേര് 107 പേര് ചേർന്ന് ഒരു ഭീമഹർജി എടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് സർക്കാർ ഫംഗ്ഷനൊക്കെ ഇങ്ങനെ നടത്തണം എന്ന് സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്താൻ ഇവർക്ക് എന്ത് കാര്യം? സർക്കാരിന്റെ പൊതു ഫംഗ്ഷനാണ് ഇത്, വർഷാവർഷങ്ങളിൽ നടക്കുന്ന ഫംഗ്ഷൻ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സർക്കാർ ഫംഗ്ഷൻ അല്ല. അതിനേക്കാൾ കൂടുതൽ ആളുകളെ മോഹൻലാലിനോ അല്ലെങ്കിൽ സജി പോലുള്ളവർക്കോ ഒക്കെ സംഘടിപ്പിക്കാൻ പറ്റും. ഇവിടെ ഒരു യുദ്ധത്തിന് വേണ്ടിയാണോ കളമൊരുക്കേണ്ടത്? സർക്കാർ നടത്തുന്ന ഒരു ഫംഗ്ഷൻ വളരെ മനോഹരമായി നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സർക്കാർ അതിന്റെ ശോഭ കൂട്ടാൻ വേണ്ടിയായിരിക്കും മോഹൻലാലിനെ വിളിച്ചത്, മോഹൻലാൽ എന്ന വ്യക്തിയെ വിളിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 പേരെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. വിനായകനും അതിനു മുമ്പ് സലീം കുമാറും, ഇപ്പോൾ പിന്നെ സലീം കുമാർ, വിനായകൻ, ഇപ്പോൾ പിന്നെ നമ്മുടെ ഇന്ദ്രൻസ്. ഈ 3 പേരും ഇവർക്ക് എന്ത് താരപദവിയാണ് മലയാള സിനിമ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മലയാളത്തിലെ നാട്ടുകാർ കൊടുത്തിരിക്കുന്നത്? ഇത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടനെ വിളിച്ചിരിക്കുന്നത് ഇതിന്റെ ഈ ഫംഗ്ഷന്റെ ശോഭ കൂട്ടാൻ വേണ്ടിയാണ്. അതിനകത്ത് കുറച്ച് പേര് മെമ്മോറാണ്ടം കൊടുത്തതിനെ നിയന്ത്രിക്കേണ്ട കാര്യമുണ്ട്. ആ ആംഗിൾ കാണാനാകാത്തത് സർക്കാർ ഒരു സംരംഭം മുമ്പോട്ട് വെക്കുമ്പോൾ അതിൽ മോഹൻലാലിനെ ക്ഷണിച്ചത് മോഹൻലാലിന് അറിയാത്ത ആളാണോ ശ്രീ മമ്മി സെഞ്ചുറി? അദ്ദേഹത്തെ അമ്മ പ്രസിഡന്റ് എന്നോ അദ്ദേഹം ഇന്നലെ എടുത്ത നിലപാടിന്റെ പേരിലാണോ അദ്ദേഹത്തെ വിവക്ഷിക്കേണ്ടത് മലയാളത്തിൽ? അങ്ങനെയാണെങ്കിൽ എത്ര നടന്മാരെ ആ രീതിയിൽ അർത്ഥത്തിൽ വിവക്ഷിക്കണം? അങ്ങനെയാണോ മോഹൻലാലിനെ കാണേണ്ടത്? ഇത്യാദി ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിനൊരു യുക്തിയുണ്ട്. മോഹൻലാൽ ഈ ചടങ്ങിൽ അല്ല, ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇതുവരെ മോഹൻലാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഞാനെതിരല്ല. താങ്കൾ നിലപാട് മാറ്റി. ഞാൻ പറഞ്ഞിട്ടുമില്ല മോഹൻലാൽ സർക്കാർ ഇങ്ങനെയൊക്കെ ഫംഗ്ഷൻ നടത്താവൂ എന്ന് പറയാൻ പാടുണ്ടോ? സർക്കാർ ഇങ്ങനെയൊക്കെ ഫംഗ്ഷൻ നടത്താവൂ എന്ന് നിർദ്ദേശിക്കാൻ നമുക്ക് പാടുണ്ടോ? ഒരു കാരണവശാലും ഇല്ല, ഒരു കാരണവശാലും പാടില്ല. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. നിർമ്മാണമല്ല, സർക്കാർ തീരുമാനിച്ച ഈ പരിപാടിയിൽ പങ്കെടുക്കണ്ടെന്ന് ഞാൻ പറയില്ല. മമ്മൂട്ടി പങ്കെടുത്താലും മോഹൻലാൽ പങ്കെടുത്താലും പ്രകാശ് രാജ് പങ്കെടുത്താലും ഈ പരിപാടി നന്നാവാൻ വേണ്ടി ആരൊക്കെ പങ്കെടുത്താലും അവരൊക്കെ പങ്കെടുക്കണം എന്ന് പറയുന്ന ആളാണ്. ഞാൻ പറഞ്ഞത് ഇവരുടെ തെറ്റിദ്ധാരണ ഇതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ മമ്മി സെഞ്ചുറി ഒന്നും കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതായത് ഈ 107 പേർ പ്രധാനപ്പെട്ടവരാണ്. ഡോക്ടർ ബിജു, NS മാധവനുണ്ട്, VK ജോസഫ് ഉണ്ട്, അടക്കമുള്ള ഒരുപാട് പേർ, പ്രമുഖർ, എണ്ണിയാലൊടുങ്ങാത്ത പ്രമുഖർ, 107 പേർ അങ്ങനെ ഈ ഒരു ഭീമഹർജി നൽകി. ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഭീമഹർജിയോടുകൂടി സർക്കാരിന്റെ തീരുമാനം സർക്കാരിന് മാറ്റാനാകുമോ? അങ്ങനെ മാറ്റുന്നതിൽ നൈതികമായി ശരികളുണ്ടോ?
അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാകും ഇനി സ്വീകരിക്കുക? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളുടെ നിരീക്ഷണം. എനിക്ക് തോന്നുന്നത് ഇനി മാറ്റാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. മോഹൻലാൽ ആ ചടങ്ങിൽ പങ്കെടുക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ സജി നന്ദിയാട്ട് പറഞ്ഞതാണെങ്കിലും ലോറൻസ് പറഞ്ഞാലും ഒക്കെ ഒരു താരശോഭ വരുത്താൻ അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലൊരു പരിപാടി വയ്ക്കുമ്പോൾ ഇപ്പൊ ഡോക്ടർ ബിജു പറഞ്ഞതും ശരിയാണ്. ഈ ഇന്ദ്രൻസിന് കിട്ടിയിരിക്കുന്ന അവാർഡ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡാണ്. അവിടെ മോഹൻലാൽ വന്നില്ലെങ്കിലും മമ്മൂട്ടി വന്നില്ലെങ്കിലും പ്രകാശ് രാജ് വന്നില്ലെങ്കിലും ആ അവാർഡിന്റെ വില തന്നെയാണ്. പക്ഷേ ഇത് നമ്മളൊരു ഫംഗ്ഷനായിട്ട് വയ്ക്കുമ്പോൾ, ഞാൻ ഒരുപാട് ഷോകൾ നടത്തിയ ആളാണ്, ഞാൻ ഒരുപാട് ഫംഗ്ഷൻ നടത്തി, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഈ താരങ്ങൾ പങ്കെടുക്കുമ്പോൾ അത് കാണാൻ വരുന്നവർക്കുള്ള ആവേശം അത് വലുത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ അഭിലാഷ് പറഞ്ഞതും ശരി തന്നെയാണ്. അവിടെ ഇവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള നടന്മാര് വന്ന് ആ താരശോഭ കൂടുമ്പോൾ ആ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ആ ഒരു വിജയം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 107 പേർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിൽ ഇത്തരത്തിലൊരു സ്ത്രീ വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാട് എന്നോടുള്ള ഇരയോടുള്ള നിലപാടാണ് എന്ന അർത്ഥത്തിലാണ് ഇവർ 107 പേർ ഹർജി കൊടുത്തതാണെങ്കിൽ താങ്കൾ പിന്തുണയ്ക്കുമോ ശ്രീ മമ്മി സെഞ്ചുറി? അല്ല, അത് പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അവര് ഇതിനോട് നിലപാട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഈ അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ രണ്ടും പറഞ്ഞപ്പോൾ അങ്ങനെയും ആവാം ഇങ്ങനെയും ആവാം അങ്ങനെയും ഇങ്ങനെയും ആവാം എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. ഏതെങ്കിലും ഒരു കാര്യമേ പറയാവുള്ളൂ. ഒന്നെങ്കിൽ ഇരയോടൊപ്പം അല്ലെങ്കിൽ വേറൊരാളോടൊപ്പം, അങ്ങനെ അല്ലെങ്കിൽ ഈ പ്രതി ചേർക്കപ്പെട്ട ആളോടൊപ്പം. കുറ്റാരോപിതം മാത്രമല്ലേ, വെർഡിക്റ്റ് വരാതെ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു പൗരനെ കുറ്റക്കാരനാണെന്ന് വിധിക്കാനാവുക? വെർഡിക്റ്റ് വിധി വരണ്ടേ? ഒരിക്കലും കുറ്റക്കാരനല്ല. മോഹൻലാൽ പറഞ്ഞതിൽ തെറ്റുണ്ടെന്നുമല്ല ഞാൻ പറയണേ. പക്ഷേ ഇതിന്റെ തെറ്റിദ്ധാരണ ജനങ്ങളിൽ വരാലോ. സജി നന്ദിയാട്ട്, ഇനി മോഹൻലാൽ പിന്മാറുമോ? ഈ പ്രതിഷേധങ്ങളൊക്കെ ഇനി വന്നു. മോഹൻലാൽ പൊതുവെ ചില സോഫ്റ്റ് ആണ്, പല കാര്യങ്ങളിലും വളരെ സോഫ്റ്റ് ആണ്. അദ്ദേഹത്തിന് എല്ലാവരെയും തൃപ്തിപ്പെടുത്തണമെന്ന ഒരു ശരീരഭാഷയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലെ വാർത്താ സമ്മേളനത്തിലും കണ്ടത്. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ഈ പ്രതിഷേധത്തെ ഭയന്ന് പിന്മാറുമോ സജി നന്ദിയാട്ട്? അല്ലല്ല, ഇതിപ്പോ മോഹൻലാൽ ചൊറികുത്തി വീട്ടിലിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു പരിപാടിക്ക് എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വിവരമില്ലായ്മ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലേ ഇവിടെ തമിഴില്ലാതെ ഓടി വിളക്കുന്ന ഒരു നടനാ മലയാളത്തിന്റെ അഭിമാനമായ നടനാ, മലയാളത്തിന്റെ ജനകീയ മുഖമാ. 10 പേര് കൂടി ഒരു അവാർഡ് ജനകീയമാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നെങ്കിൽ, മോഹൻലാൽ അത് സ്വീകരിക്കുന്നെങ്കിൽ അത് വലിയൊരു ഫംഗ്ഷനായി മാറും. അത് ഇന്ദ്രൻസിനോടുള്ള ബഹുമാനമാണ്. ഇവിടെ അഭിലാഷ് പറഞ്ഞ കേട്ടില്ലേ, മോഹൻലാൽ മത്സരിച്ച് തോറ്റു എന്ന് പറഞ്ഞാൽ മോഹൻലാൽ അതിനുള്ള മാനസിക വലിപ്പമുണ്ട്. അവിടെ വന്ന് അദ്ദേഹത്തെ അംഗീകരിച്ച് കഴിയുമ്പോ ആ മോഹൻലാലിന്റെ നല്ല മനസ്സിനെ കാണാതെ ഇവിടെ കുറെ സിനിമാക്കാരാന്ന് പറഞ്ഞാൽ ആരും കാണാത്ത കുറെ സിനിമാക്കാർ ഇറങ്ങിയിട്ട് സിനിമാക്കാരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ച് കൊടുക്കാൻ തയ്യാറല്ല. അമിച്ചാതെ അതായത് ലാലിസം എന്ന നിലയിൽ ചില പൊട്ടിയ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ നിശ അങ്ങ് വർദ്ധിക്കുമ്പോൾ വാദിക്കുന്നുണ്ട്. അല്ല, ഞാൻ അംചാദ് സമയം തന്ന് സംസാരിപ്പിക്കാൻ ശ്രമിക്കണം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, മോഹൻലാൽ വന്നാൽ ഫംഗ്ഷൻ കൊഴുക്കും. മോഹൻലാൽ വരാതിരിക്കുകയാണെങ്കിൽ ആൾക്കാർ കാണികളുടെ എണ്ണം കുറയും, ഫംഗ്ഷന്റെ ആ ഒരു കൊഴുപ്പ് കുറയും. മോഹൻലാലിന് വരണമെന്ന് നിർബന്ധമില്ല. സർക്കാർ വിളിച്ചാൽ മോഹൻലാൽ സർക്കാരിനെ ബഹുമാനിക്കുന്നു, മോഹൻലാൽ വരും. അപ്പൊ സിനിമ ജനകീയ അടിത്തറയിൽ നിൽക്കുന്ന സിനിമ ജനങ്ങളുടെ മുഴുവൻ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ണ് അവിടെ വരണമെങ്കിൽ മോഹൻലാൽ വരണം. ചടങ്ങിന് കൊഴുപ്പ് കൂട്ടണമോ വേണ്ടയോ എന്നുള്ളതാണ്. കുറ്റമുണ്ടോ? ഈ സിനിമാക്കാരൻ മോഹൻലാലാ ശ്രീ സജി നന്ദിയാട്ട്. അതായത് ചടങ്ങിന് കൊഴുപ്പ് വേണമോ, ശ്രീ സജി നന്ദിയാട്ട്, അതായത് ചടങ്ങിന് കൊഴുപ്പ് വേണമോ വേണ്ടയോ എന്ന കാര്യമേ ഉള്ളൂ. നിലപാടിനൊന്നും അവിടെ പ്രസക്തിയില്ല എന്ന ഒരു കച്ചവട സിനിമാക്കാരന്റെ വർത്തമാനം തന്നെയാണ് സജി നന്ദിയാട്ട് പറയുന്നതെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവർക്കൊരു മറുപടി കൂടി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ദിലീപ് കേസ് കോടതി നിൽക്കുക, മോഹൻലാൽ എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? കോടതി തീരുമാനിക്കാൻ പോകുന്ന അതൊന്നും അല്ല സംഭവം. എന്നാലും ഇത് വേറെ അജണ്ട. അത് ചാനലിൽ കൂടെ ഞാൻ പറയുന്നില്ല. അത് പറയൂ, നിലപാടില്ല. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങൾക്ക്
അംചാരെ ജനങ്ങൾക്ക് ഏത് സിനിമയാ ഈ വേണ്ടത്? സാംസ്കാരിക ജനകീയ നായകരെ സിനിമ, പോലെ ജനങ്ങൾ സജി ഭൂരിപക്ഷം നന്ദ്യാട്ടും ഈ കാണുന്ന വിഷയത്തിൽ സിനിമ. നിലപാട് മോഹൻലാലിന്റെ അറിയിക്കുന്നില്ല എന്ന് ജനങ്ങൾ പറയൂ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? പറയൂ. ഇല്ല, ഞാൻ നിലപാട് അറിയിച്ചല്ലോ. അവാർഡ് കിട്ടിയവരെ ബഹുമാനിക്കണം. സർക്കാർ നടത്തുന്ന പരിപാടിയില് ജനകീയ അടിത്തറയുള്ള നടന്മാർ പങ്കെടുത്ത് അത് ജനകീയമായ ഒരു അവാർഡായി മാറ്റണം. അതിന് മോഹൻലാലിനെ പോലെയുള്ള മുഖ്യധാരയിൽ നിൽക്കുന്ന സിനിമാക്കാർ വരുന്നത് നല്ലത് തന്നെ. ഇതേ സർക്കാർ തന്നെയാണ് പ്രോസിക്യൂഷൻ വഴി ഇന്ന് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ദിലീപ് വിചാരണയെ വൈകിപ്പിക്കുന്നു എന്നും ദിലീപിനെതിരായ നിലപാടുകളും. അവിടെയോ ശ്രീ സജി നന്ദ്യാട്ട്? അതുമായിട്ട് ഇതിനെ മിക്സ് ചെയ്യുന്നത് ശരി വ്യക്തമാണ്. എന്തിനാ അതിനെ ഇതുമായിട്ട് മിക്സ് ശരിയാണ്, വ്യക്തമാണ്. ഈ സാംസ്കാരിക നായകർ അങ്ങനെ മിക്സ് ചെയ്യുന്നു ശ്രീ സജി നന്ദ്യാട്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ നിർബന്ധിതനായതാണ്. അല്ല, സാംസ്കാരിക നായകരെ പെടുത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആരാണ് ശ്രീ നന്ദ്യാട്ട് അതിന്റെ ഗുട്ടൻസ് താങ്കൾ പറയുന്നില്ല. അതൊക്കെ ആ പെടുത്തിയവരൊക്കെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കല്ലേ. ഇവരെയൊന്നും സിനിമാക്കാരായിട്ട് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ശരി, പിന്നെ അസൂയക്കും കുശുമ്പിനും കഷണ്ടിക്കും മരുന്നില്ലല്ലോ. ശരി, ഇതല്ലേ അതിന്റെ കറക്റ്റ് മറുപടി. കഷണ്ടിക്ക് മരുന്നുണ്ട്, ഇടവേള. പിന്നെ മോഹൻലാൽ തീർച്ചയായും ശ്രീ മമ്മി സെഞ്ചുറി, അതായത് നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇത്രയേറെ, അതായത് നടിയുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ അതിൻ്റെ നിലപാട് കൃത്യമാക്കി. അതായത് കോടതിയിൽ കോടതിയുടേതായ രീതിയിൽ, പൊതുരംഗത്ത് പൊതുരംഗത്തിൻ്റെതായ രീതിയിൽ, ജനങ്ങൾക്ക് അനുഗുണമായത് ജനങ്ങളുടേതായ രീതിയിൽ സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചു. ഒരുപക്ഷെ ഈ സാംസ്കാരിക നായകരുടെ കത്ത് മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ, തുടർ ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രസക്തിയെ ഈ ഘട്ടത്തിൽ താങ്കൾക്കൊന്ന് വിലയിരുത്താമോ? അവസാനമായി. അല്ല, സർക്കാർ ഒരു നിലപാടെടുത്തു. മോഹൻലാലിനെ അതിൽ പ്രധാന മുഖ്യാതിഥിയായിട്ടൊക്കെ വഹിക്കാമെന്നുള്ളൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനെതിരായിട്ട് ഇപ്പോൾ ഇവർ കത്ത് കൊടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിനെ മാറ്റിക്കൊണ്ടൊരു പരിപാടി അവിടെ വഹിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ ഇനി മോഹൻലാലിനെ അവിടെ മുഖ്യാതിഥിയായിട്ട് വച്ചെന്നുള്ളതിൽ ഒരു തെറ്റും ഞാൻ കാണണില്ല. അതിപ്പോൾ മമ്മൂട്ടിയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, മമ്മൂട്ടിയാണെങ്കിൽ പ്രകാശ് രാജാണെങ്കിൽ ആരും ആവട്ടെ, അപ്പൊ അത് വച്ചതിലൊരു തെറ്റും ഞാൻ കാണണില്ല. പിന്നെ പറയുന്നതാണ് ഈ അമ്മയുടെ പ്രസിഡന്റായിട്ട് ഇന്നിപ്പോ. ശ്രീ വി സി അഭിലാഷ്, താങ്കൾക്ക് മോഹൻലാലിനോടും മോഹൻലാലിനെ സ്നേഹിക്കുന്നവരോടും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞവരോടും ഈ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിലും ഇന്ദ്രൻസിന്റെ പക്ഷത്ത് നിന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരാളെന്ന നിലയിലും താങ്കളോട് ചോദിക്കുകയാണ്, മോഹൻലാൽ ആ ഫംഗ്ഷന് പങ്കെടുക്കണമോ വേണ്ടയോ? സർക്കാർ പുനർവിചിന്തനത്തിന് തയ്യാറാകണമോ വേണ്ടയോ? അല്ല, ആ കാര്യമാണ് ഞാൻ ആദ്യമേ പറയുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അതൊരു തീരുമാനം എടുക്കേണ്ടത് ഈ പ്രതിഷേധങ്ങളെ പരിഗണിക്കാതെ സർക്കാർ മോഹൻലാലിനെ, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മന്ത്രി നേരിട്ട് മോഹൻലാലിനെ വിളിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും എനിക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ ഇത്തരം ഒരു പ്രതിഷേധം നടക്കുമ്പോൾ മോഹൻലാലിനെ പോലെ ഒരു വ്യക്തി ഇതിൽ പങ്കെടുക്കാൻ ഇനി തയ്യാറാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് സർക്കാർ തലത്തിൽ ശ്രമം ഉണ്ടാവണം. പിന്നെ ഇനി ഈ മോഹൻലാൽ പങ്കെടുക്കുന്നില്ല എന്ന് വെച്ചോളൂ ആ ചടങ്ങിന് മോഹൻലാൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ സാംസ്കാരിക കേരളം കഴിഞ്ഞ ഇത്രയും കാലത്തിനുള്ള ഇടയിലുള്ള കാണിച്ച ഒരു കലാകാരനോട് കാണിച്ച ഏറ്റവും വലിയ അനീതിയായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. പിന്നെ ഇന്ദ്രൻ ചേട്ടനെ മികച്ച നടനാക്കിയ സിനിമയുടെ സംവിധായകനാണ് ഞാൻ. ആ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പറയുകയാണ്, മോഹൻലാലിനെയും മമ്മൂട്ടി അവര് മറ്റു കാര്യങ്ങൾ എടുക്കുന്ന എന്തെങ്കിലും നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിഷേധിക്കേണ്ട രീതികളുണ്ട്. അതായത് ഒരു കാര്യം കൂടി ശ്രീ വി സി അഭിലാഷ്, മോഹൻലാൽ ഈ പരിപാടിയിൽ നിന്നും ഇത്തരത്തിലൊരു പരിപാടി സർക്കാർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോഹൻലാൽ പിന്മാറിയാൽ അത് മോഹൻലാലിൻ്റെതായ ആർജവക്കുറവായിട്ടാണോ വരിക, അതോ ഈ 107 സാംസ്കാരിക നായകർ ചെയ്ത പാതകമായിട്ടായിരിക്കുമോ കേരളം വിലയിരുത്തുക? രണ്ടാമത് പറഞ്ഞതാവാനാണ് സാധ്യത. മോഹൻലാല് ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിലൂടെ പെട്ടെന്ന് പറയാം. ഇപ്പോ ഞങ്ങൾക്ക് ദേശീയ ചലച്ചിത്ര അവാർഡിൽ ഞങ്ങൾക്ക് സ്മൃതി ഇറാനിൽ നിന്ന് അവാർഡ് വാങ്ങിക്കില്ല എന്ന് ഞങ്ങൾ നിലപാടെടുത്തപ്പോൾ ഞാൻ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് സ്മൃതി ഇറാനിക്ക് അല്പമെങ്കിലും ഒരു മാന്യത ഉണ്ടെങ്കിൽ അവർ ആ ചടങ്ങിന് വരില്ല എന്നാണ്. ഇത്രയും 105 പേര് ഇങ്ങനെ പ്രതിഷേധിച്ച് നിൽക്കുമ്പോൾ മോഹൻലാലിനെ പോലെ ഈ മാന്യതയുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും അത് വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വരാതിരിക്കാനാണ് ശ്രമിക്കുക. പക്ഷെ അത്തരം ഒരു അവസ്ഥ ഉണ്ടാവാതെ പിന്നെ കൃത്യമായ രീതിയിൽ നമ്മൾ ഇത് രണ്ട് വിഷയമാണെന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന് തീർച്ചയായും സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ദയവായി ഞാൻ ഇടപെടുന്നത്, ക്ഷമിക്കുക. സജി നന്ദ്യാട്ടിലേക്കും അജിത് ലോറൻസിലേക്കും പോകാനാകാത്തതിലും മമ്മി സെഞ്ചുറിയിലേക്കും പോകാനാകാത്തത് കൊണ്ട് ക്ഷമിക്കുക. എന്തായിരുന്നാലും
പപ്പടം കാച്ചുന്ന കാര്യവും താലികെട്ടും രണ്ടും രണ്ടാണ്. രണ്ടും കല്യാണമാണെങ്കിൽ പോലും ഈ രീതിയിലേക്ക് നിലപാടുകൾ ക്രോഡീകരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചടങ്ങിലെ മാതൃക സംസ്ഥാന സർക്കാരിനോട് പറയണ്ട. എല്ലാത്തിനെയും വിവേചിച്ച് കാണാനും വിവക്ഷിക്കാനുമുള്ള ബോധം സാംസ്കാരിക നായകർ കാട്ടിയാൽ നന്ന് എന്ന് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ പറയാം. എതിരഭിപ്രായങ്ങൾ ജനാധിപത്യത്തിൽ സ്വാഗതവുമാണ്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.